ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 60 ആണ് വണ്ടി. നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗത്ത് ഓയിൽ സീൽ ലീക്കായിട്ട് നമ്മളത് മാറ്റാൻ വേണ്ടി അയച്ചതാണ്. അപ്പോൾ ഓയിൽ സീൽ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ഒരെണ്ണമാണ് കാര്യമായിട്ട് ലീക്ക് ഉണ്ടായത്. അപ്പോൾ മാറ്റുമ്പോൾ നമുക്ക് രണ്ടെണ്ണത്തിൻ്റെയും കൂടിയിട്ട് വേണം ഓയിൽ സീലും മാറ്റാനായിട്ട്. അതിന് വേണ്ടിയിട്ട് അയച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഈ പൈപ്പിൻ്റെ ഭാഗത്ത് ചെറിയൊരു തേമാനം പോലെ അത് കളർ ഷെയ്ഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഒന്ന് റബ്ബ് ചെയ്ത് പോളിഷ് ചെയ്തിട്ടൊന്ന് കയറ്റിയിടാം കേട്ടോ. കാരണം സാധാരണ കൂടുതലായിട്ട് ലീക്ക് വന്നു കഴിഞ്ഞാൽ പൈപ്പ് മാറ്റലാണ്, ശരിക്കും മാറ്റിയിടേണ്ടതാണ് അത്യാവശ്യമായിട്ട്. ഇതിപ്പോൾ നിലവിൽ വലിയ പ്രോബ്ലം തോന്നണില്ല. അപ്പോൾ ഓയിൽ സീൽ മാത്രമേ നമ്മൾ മാറ്റണുള്ളൂ. ഓയിൽ സീലും ഡസ്റ്റ് സീലും മാറ്റി നമുക്ക് റീസെറ്റ് ആക്കാം. പൈപ്പിന് ചെറിയ ഒരു കളർ ഷെയ്ഡ് വ്യത്യാസമൊക്കെ ഇവിടെ വന്നാണ്. അപ്പോൾ ഞാനൊന്ന് പോളിഷ് ചെയ്ത് കയറ്റിയിടാൻ തൽക്കാലം കേട്ടോ. പിന്നെ അതേപോലെ എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ സ്റ്റിക്കിനകത്തൊന്നും ലെവൽ കാണുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓയിൽ ലെവൽ വളരെ കുറവാണ്. അപ്പോൾ ഓയിൽ ചേഞ്ചും കൂടി കൂട്ടത്തിൽ നടത്തി വിടണമായിരിക്കും ബെറ്റർ. ഈ സൈഡൊക്കെ ലീക്കേജ് കാണുന്നുണ്ട്. സൈഡിൽ കണ്ട സൈലൻസറിന്മേക്കൊക്കെ ഓയിൽ വന്നതാണ് ആ കരിഞ്ഞ മണം വന്നതിൻ്റെ കാരണം. അപ്പോൾ അതിൻ്റെ ഹെഡ് കവർ ഗ്യാസ്കറ്റ് പോയേക്കണാണ്. അതുകൂടി കൂട്ടത്തിൽ കൂടെ മാറ്റണതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓൾറെഡി ആ വഴിക്കാണ് ഓയിൽ ലീക്കായി പോയേക്കണേ. അപ്പോൾ ഹെഡ് കവർ ഗ്യാസ്കറ്റ് മാറ്റിയതിന് ശേഷം നമ്മൾ അതിൻ്റെ എഞ്ചിനോട് കൂടി മാറ്റി ഒഴിക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ആ ഓയിൽ മയം പോണവരെ ആ ഒരു കരിഞ്ഞ മണം കാണിക്കും എന്തെങ്കിലും. തൽക്കാലം നമുക്ക് അതിൻ്റെ ഗ്യാസ്കറ്റും മൗണ്ട് റോബറും മാറ്റി എൻജിൻ ഓയിലും മാറ്റി റീസെറ്റ് ആകാം. ഓക്കെ, ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ടേ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ കേട്ടോ.